ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന്. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുത്ത് കടന്നു പോകുന്നില്ല. കർത്താവിൻ്റെ വാക്കുകളാണ്. വഴിയാകുന്ന കർത്താവിലൂടെ നമുക്ക് നടന്ന് യാത്ര ചെയ്യാം. ഇതിനായി കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. ബീഹാറിൽ നിന്ന് കഴിഞ്ഞ 28 വർഷക്കാലം ബീഹാറിൻ്റെ പ്രദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസനാണ്. ഒരുപാട് ജീവിതത്തിൻ്റെ അനുഭവങ്ങളുണ്ട്, അത് നമുക്ക് കേൾക്കാം. അതിനായി പ്രിയ കർത്താവിൻ്റെ ദാസനെ വളരെ സ്നേഹത്തോടെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ, ആമേൻ. ഓക്കെ, കർത്താവിൻ്റെ ദാസനെ ദൈവം സഹായിക്കട്ടെ. ജീവിതത്തിലെ അനുഭവങ്ങൾ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. ഞങ്ങളുടെ മഹാസാന്നിധ്യവും ദയ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് ഞങ്ങളെ നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ സംസാരിപ്പാന് നിങ്ങളുടെ വൃത്തിനെ ദൈവം ബലപ്പെടുത്തണമേ. കേൾവിക്കാരുടെ ജീവിതത്തിലാ അത് വലിയ അനുഗ്രഹമായി മാറുവാൻ അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാൻ പരിശുദ്ധ കർത്താവ് സഹായിച്ചാട്ട. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലൂടെ അല്പസമയം ഇരുത്തിയാട്ട. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസനെ ഇപ്പോൾ എവിടുന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നതെന്നും വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നും ഒക്കെ ഒന്ന് ദേവദാസനൊന്ന് പറഞ്ഞാട്ട്. എൻ്റെ പേര് ജേക്കബ് ഐനിക്കൽ. ഞാൻ ബീഹാറിലെ വൈശാലി എന്ന് പറയുന്ന സ്ഥലത്ത് മഹനാർ എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്നാണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എനിക്ക് ഭാര്യയും 2 പെൺകുഞ്ഞുങ്ങളെയാണ് ദൈവം ദാനമായി തന്നിരിക്കുന്നത്. ഭാര്യയുടെ അമ്മയും ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇവിടെ ബീഹാറിൽ ആയിരിക്കുന്നു. ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ ദൈവകൃപയാൽ കഴിഞ്ഞ 28 വർഷമായിട്ട് ഇവിടെ വളരെ അനുഗ്രഹമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഓക്കെ പാസ്റ്റർ, ബീഹാർ എന്ന് കേൾക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ സുവിശേഷത്തിന്റെ ഒരു മരുഭൂമിയായിരുന്ന ഒരവസ്ഥയാണല്ലോ. എന്നാൽ ഇപ്പോഴെ ബീഹാറിന് ആത്മീയമായ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ? ഇപ്പോൾ ബീഹാറിൽ ദൈവത്തിന്റെ കൃപയാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ തന്നെ ഒത്തിരി ദേവദാസന്മാരെ നാട്ടിൽ നിന്നും അതുപോലെ ബീഹാറിൽ നിന്നുമെല്ലാം ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നു. വളരെ നല്ല പ്രവർത്തനം കർത്താവിന്റെ കൃപയാൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, കർത്താവിന്റെ നാമാദേശത്ത് ഉയർത്തപ്പെടുമാറാകട്ടെ. അനേകരെ ക്രിസ്തുവിലേക്ക് പിന്നെയും കടന്നു വരുവാൻ ദൈവം ഇടയാക്കട്ടെ. ബീഹാറിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള സമയം ഞാൻ കർത്താവിന്റെ ദാസന് നൽകി തരികയാണ്. കർത്താവിന്റെ ദാസന് ജീവിതത്തിന്റെ അനുഭവം ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു പാസ്റ്ററെ. ഓക്കെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജേക്കബ് ഐനിക്കൽ. എൻ്റെ സ്വദേശം തൃശ്ശൂര് ആണ്. ഞാൻ കഴിഞ്ഞ 28 വർഷമായിട്ട് ബീഹാറിലെ പ്രദേശത്ത് ഒരു മിഷണറി ആയിട്ട് പ്രവർത്തിക്കുവാൻ ദൈവം ഞങ്ങളെ കുടുംബമായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ വളരെ ദൈവത്തിൻ്റെ കൃപയോടും അതുപോലെ ജീവിതത്തിൽ വളരെ നല്ല അവസ്ഥയിൽ കർത്താവിനോടുകൂടെ ചേർന്ന് ജീവിക്കുവാനും പ്രവർത്തിക്കാനും ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ബാല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു റോമൻ കാത്തലിക് സഭയിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ 20ാമത്തെ വയസ്സിൽ, അതായത് 1993 നവംബർ 17-ാം തീയതിയാണ് ഞാൻ യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചത്. ഞാൻ റോമൻ കാത്തലിക് സഭയുടെ അനുഭവത്തിലായിരുന്നു. ബൈബിളോ യേശുവായിട്ടോ എനിക്ക് വലിയ ബന്ധം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഹൈസ്കൂൾ പഠനം കഴിഞ്ഞതിന് ശേഷം പഠിപ്പിൽ ഉഴപ്പിപ്പോയി. അങ്ങനെ ഞാൻ ചില ജോലികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് തൃശ്ശൂർ തന്നെ ഒരു സ്റ്റേഷനറി ഹോൾസെയിലിൽ ഒരു നല്ല സ്ഥലത്ത് തന്നെ ജോലി ലഭിച്ചു. ഞാനവിടെ ഒരു ചെറിയ പയ്യനായിട്ടാണ് പോയതെങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ ഞാനവിടെ വളരെ ഉയർന്ന നിലയിൽ വന്ന സമയത്ത് കർത്താവിൻ്റെ
വിളിയുണ്ടായി. ഞാൻ 93 രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി. ഞാൻ ആദ്യം കോട്ടയം ഇരുന്നൂർ എന്ന് പറയുന്ന ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടാണ് യേശുവിനെ കുറിച്ചുള്ള ഒരു നല്ല അനുഭവത്തിലേക്ക് വരികയും പിന്നെ സത്യ സുവിശേഷം എന്നോട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ത്രേസ്യാമ്മച്ചി എന്ന് പറയുന്ന ഒരു അമ്മച്ചി, അതുപോലെ പാസ്റ്റർ അജ്ജി, ഇവരെല്ലാം എന്നോട് സത്യസുവിശേഷം പങ്കുവയ്ക്കുകയും അങ്ങനെ ഞാൻ ആദ്യമായിട്ട് 1993 നവംബർ മാസത്തിലെ ഒരു പെന്തക്കോസ്ത് ആരാധനയ്ക്ക് വേണ്ടി തൃശ്ശൂരുള്ള വലക്കാവ് എന്ന് പറയുന്ന സഭയിൽ ആദ്യമായിട്ട് ഞാൻ ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോൾ എന്നോട് എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞപ്പോൾ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ എഴുന്നേറ്റ് നിന്നു, എന്തൊക്കെയും പറഞ്ഞു. അങ്ങനെ അന്നവിടെ തിരുവനന്തപുരത്ത് നിന്നും മേശമണി എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ദാസൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഏലീശയുടെ വിളിയെ കുറിച്ചാണ് അന്ന് അവിടെ സംസാരിച്ചത്. അന്ന് അദ്ദേഹം തന്റെ പ്രസംഗം കഴിഞ്ഞ് സുവിശേഷ വേലയ്ക്ക് ആരുണ്ടെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ആദ്യം മുന്നോട്ട് ചെല്ലുവാനായിട്ട് ഹേമിച്ചു. ഞാൻ ചെന്നു. അദ്ദേഹം എന്റെ തലയിൽ കൈവച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ചു. അന്ന് എനിക്ക് പെന്തക്കോസ്ത് എന്താണെന്നോ അല്ലെങ്കിൽ സുവിശേഷ വേല എന്താണെന്നോ അറിയില്ല. ആദ്യമായിട്ട് ഞാൻ ചർച്ചിൽ പോയതാണ്. അപ്പോൾ അദ്ദേഹം എന്റെ തലയിൽ കൈവച്ചിട്ട് ഇപ്രകാരം പ്രവചിച്ചു, ഞാൻ നിന്നെ അന്യഭാഷക്കാരുടെ ഇടയിലേക്ക് എന്റെ വേലയ്ക്ക് വേണ്ടി അയക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രവചിച്ചു. എനിക്കതൊന്നും മനസ്സിലായില്ല. അങ്ങനെ എന്റെ വീട്ടിൽ നിന്നും ഞാനാണ് ആദ്യമായിട്ട് ഈ അനുഭവത്തിലേക്ക്, പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് എന്റെ വീട്ടിൽ നിന്നും വന്നത്. എന്റെ അമ്മയുടെ അമ്മ ഇതിനു മുന്നേ ഈ അനുഭവത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ ഗ്രാൻഡ് മദറിന്റെ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അറിയുക. എന്നാൽ ഞങ്ങൾ ഈ ലോകത്തിലെ മോഹങ്ങളിലും അതുപോലെ ആ ചെറുപ്രായത്തിന്റെ അനുഭവത്തിൽ ഞങ്ങൾ യേശുവിനെ അറിയാതെ ജീവിച്ചു പോവുകയായിരുന്നു. എനിക്ക് ഒരു നടുവേദന വന്നു. അങ്ങനെ എനിക്ക് കുനിഞ്ഞ് ഒന്നും എടുക്കാൻ പറ്റാതെ ഒരു സ്ഥിതിയിലേക്ക് വന്നപ്പോഴാണ് ഞാൻ കോട്ടം ഇരുന്നൂരിലേക്കും പോയതും പിന്നെ യേശുവിലേക്ക് വരുവാനുള്ള കാരണമായി തീർന്നത്. അങ്ങനെ ഞാൻ പെന്തക്കോസ്ത് ആരാധനയ്ക്ക് നിരന്തരം പോയി. ഞാൻ സ്നാനപ്പെട്ടു. ആ വർഷം ഡിസംബർ 5 സ്നാനപ്പെടുവാനിടയായി. പിന്നെ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പല ദൈവദാസന്മാരിലൂടെ ഞാൻ എവിടെയെങ്കിലും മീറ്റിങ്ങിന് പോയാൽ പലരുടെയും എനിക്ക് വേണ്ടി ഒരു പ്രവചനം അവരെ പറയുന്നത് ഇപ്രകാരമാണ്, നീയെ അന്യ ഭാഷക്കാരുടെ ഇടയിലേക്ക് ഞാൻ നിന്നെ അയക്കും. അങ്ങനെ എനിക്ക് സുവിശേഷ പ്രവർത്തനത്തിന് പോകാനുള്ള ഒരു വലിയ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി. അങ്ങനെ 1994 ഞാൻ എനിക്കുണ്ടായിരുന്ന ഒരു നല്ല ജോലി വിട്ട് ഞാൻ ബൈബിൾ കോളേജിലേക്ക് പോകുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ OP മത്തായി എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ എന്നെ നോർത്ത് കേരള ബൈബിൾ കോളേജ് എന്ന് പറയുന്ന ഒറ്റപ്പാലത്തുള്ള ആ ബൈബിൾ കോളേജിലേക്ക് 2 വർഷം ദൈവവചനം പഠിക്കുവാനായിട്ട് അയച്ചു. ഞാൻ 2 വർഷം അവിടെ പോയി ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ OP മത്തായി പാസ്റ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആത്മീയ ഗുരുവാണ്. അദ്ദേഹം ഒരു ദിവസം മിഷണറി യാത്ര, പൗലോസിന്റെ മിഷണറി യാത്ര പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിക്കാരൻ ഞങ്ങളെ അന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു പ്രവർത്തനം അന്ന് ഞങ്ങളെല്ലാവരുടെയും ജീവിതത്തിലുണ്ടായി. ഞങ്ങൾ വീണ്ടും ദൈവവേലയ്ക്ക് വേണ്ടി അന്ന് സമർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം അദ്ദേഹം എന്നെ കുറിച്ച് ഒരു ദർശനം കാണുകയാണ്. ഞാൻ ബീഹാറിൽ ഒരു വലിയ ജനസമൂഹത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നതായിട്ട് അദ്ദേഹം ആത്മാവിൽ ദർശിച്ച് വിളിച്ചു പറഞ്ഞു, ജേക്കബേ, നീ ബീഹാർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസംഗിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. എനിക്കന്ന് ബീഹാർ എവിടെയാണെന്നോ അല്ലെങ്കിൽ വേലയെ കുറിച്ച് ഒന്നും ഒരു അറിവ് ഉള്ള ഇതല്ല, ഹിന്ദി എനിക്ക് അറിയില്ല. അങ്ങനെ ഇരിക്കെ ആ ദേവദാസന് ദൈവം ഒരു ദർശനം കൊടുത്ത് അദ്ദേഹം ആദ്യം
95 ബീഹാറിൽ പോകാനിടയായി. 96 10 പേരടങ്ങുന്ന ഒരു ടീമായിട്ട് പോകുവാൻ അദ്ദേഹത്തിന് ദൈവം ഒരു നിയോഗം കൊടുത്തു. അങ്ങനെ 1996 ഞങ്ങൾ ഒരു സെപ്റ്റംബർ മാസം ഞങ്ങൾ 10 പേര് ബീഹാറിലേക്ക് പോകാനായിട്ട് തയ്യാറായി. ഞങ്ങൾ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ഞങ്ങൾ ആരും കാണാത്ത, ഞങ്ങൾ വിളിക്കാത്ത ഒരു ദേവദാസൻ പെട്ടെന്ന് അവിടെ വരികയും അദ്ദേഹം വേറെ സ്ഥലത്ത് പോകുമ്പോൾ ഇവിടെ ഒരു പെന്തക്കോസ്ത് പ്രാർത്ഥന ഉണ്ടെന്ന് കേട്ടു വന്നതാണ്. ആ ദേവദാസൻ ഇപ്രകാരം പ്രവചിക്കാനിടയായി, പോകുന്നതിൽ ഒരാളെ ദൈവം അവിടെ സ്ഥിരമാക്കും എന്ന് പറഞ്ഞു. അതിൽ ഞങ്ങളൊരു 3-4 പേർക്ക് മാത്രമേ ഹിന്ദി അറിയാതെ ഉള്ളൂ. ബാക്കിയുള്ള ആളുകളെ ഗൾഫിൽ ജോലി ചെയ്യുകയും ഹിന്ദി അറിയാവുന്നവരൊക്കെ ആയിരുന്നു. അങ്ങനെ പലരും ചോദിച്ചു, അയ്യോ ഞങ്ങളാണോ, ഞങ്ങളിനി ജോലി വിട്ട് ബീഹാറിൽ പോകേണ്ടതായിട്ട് വരുമോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 10 പേരടങ്ങുന്ന ഒരു ടീം ബീഹാറിൽ വന്ന് ഹാജിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് MK ബേബി എന്ന് പറയുന്ന ദേവദാസന്റെ കൂടെ ഞങ്ങള് പ്രവർത്തിക്കുവാനായിട്ട് ഒരു 1.5 മാസം ഞങ്ങൾ ബീഹാറിന്റെ വിവിധ ഗ്രാമങ്ങളിൽ പോയി പ്രവർത്തിക്കുവാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ ബീഹാറിൽ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ഒരു 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വ്യക്തമായിട്ട് സംസാരിച്ചു. നീ ഇവിടെ പ്രവർത്തിക്കണമെന്ന് എന്നോട് കർത്താവിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കുവാനിടയായി. അങ്ങനെ 1997 മാർച്ച് മാസത്തില് ഞാനും ബൈജു എന്ന് പറയുന്ന ദേവദാസനും, അദ്ദേഹം ഓൾറെഡി ജാർഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം തൃശ്ശൂരാണ് വീട്. പിന്നെ രജിത് ചെറിയാൻ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ, ഞങ്ങൾ 3 പേരും കൂടെ 97 മാർച്ചിൽ ബീഹാറിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. ഞാൻ ബീഹാറിൽ വരുന്ന സമയത്ത് എനിക്ക് മലയാളമല്ലാതെ വേറെ ഒരു ഭാഷയും എനിക്കറിയില്ല. ഹിന്ദി വായിക്കാനോ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയമായിരുന്നു ഹിന്ദി എന്ന് പറയുന്നത്. എനിക്ക് ഹിന്ദി അറിയില്ല, സംസാരിക്കാൻ അറിയില്ല, ശരിക്ക് വായിക്കാൻ അറിയില്ല. 1-2 ദേവദാസന്മാരാണ് ഞാൻ ബീഹാറിൽ വന്നിട്ട് എന്നെ ബൈബിൾ വായിക്കാനായിട്ട് 31 മുതൽ 5 വരെ വായിക്കാനെല്ലാം പഠിപ്പിച്ചത്. ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ ഹിന്ദിയിൽ പ്രാർത്ഥിക്കുന്നു, പ്രസംഗിക്കുന്നു. എല്ലാം ഞാൻ നാട്ടിൽ പോയാൽ പോലും ഇപ്പൊ എവിടെ പോയാലും ഹിന്ദി ബൈബിളാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഞാൻ വായിക്കുന്നത് ഹിന്ദി ബൈബിളാണ്. ദൈവം എന്നെ ഇവിടെ വന്നതിന് ശേഷം ഹിന്ദി പഠിപ്പിച്ചു. ഇവിടെയുള്ള ലോക്കൽ ആളുകളുടെ ഇടയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ബീഹാറിൽ വന്നപ്പോൾ ആദ്യം ഒരു 3 മാസത്തോളം MK ബേബി എന്ന് പറയുന്ന ഇന്ത്യ മിഷന്റെ ലീഡറായിരുന്ന കർത്താവിന്റെ ദാസനോടുകൂടെ ഞങ്ങൾ 3 മാസത്തോളം ഹാജിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിച്ചു. അതിനുശേഷം ഞങ്ങൾ മഹനാർ എന്ന് പറയുന്ന ഒരു ഉൾഗ്രാമത്തിലേക്ക്, ഏകദേശം പാറ്റ്നയിൽ നിന്നും 60-65 കിലോമീറ്റർ ഉള്ളിലുള്ള ഒരു സ്ഥലമാണ് ഈ മഹനാർ എന്ന് പറയുന്നത്. അവിടേക്ക് വന്ന് ഞങ്ങൾ അവിടെ താമസിക്കുവാനായിട്ട് ഇടയായി. ഞങ്ങൾ 3 പേരും ആ സമയത്ത് ബാച്ചിലർ ആയിരുന്നു. ഞാനും ബൈജു എന്ന് പറയുന്ന ദേവദാസനും രജിത്ത് എന്ന് പറയുന്ന ദേവദാസനും. ഈ രജിത്ത് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ അനേക വർഷങ്ങൾ ബീഹാറിൽ കർത്താവിന്റെ വേല ചെയ്ത് കൊറോണയുടെ സമയത്ത് അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ഇപ്പോൾ കർത്താവിന്റെ അടുക്കൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങള് 3 പേരും ഇവിടെ ഈ മഹനാർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് പ്രവർത്തനം ആരംഭിച്ചു. ആദ്യകാലങ്ങളിൽ ഞങ്ങൾക്കിവിടെ ആദ്യം ഒരു ഗോഡൗൺ പോലുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾക്കിവിടെ ലഭിച്ചത്. ജൂൺ മാസത്തിലൊക്കെയും ചൂട് എന്ന് പറഞ്ഞാൽ 48-50 ഡിഗ്രി ചൂട്, കറണ്ടില്ലാത്ത സ്ഥലമായിരുന്നു ഈ മാനാർ എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ ഞങ്ങളിവിടെ കർത്താവിന്റെ വേല ആരംഭിച്ചു. ആദ്യം ഗ്രാമങ്ങളിലൊക്കെ പോയി ഞങ്ങൾ ട്രാക്ട് വിതരണവും പുസ്തകം കൊടുക്കലും. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ 2 ദേവദാസന്മാർക്ക് അവർക്ക് ഹിന്ദി അറിയായിരുന്നു. എനിക്ക് ഒട്ടും ഹിന്ദി അറിയില്ലായിരുന്നു. അങ്ങനെ
അവരുടെ കൂടെ പോയി പ്രവർത്തിക്കുവാൻ കർത്താവ് ഇടയാക്കി. ഞങ്ങൾ 3 പേരും ഒന്നിച്ച് ചില മാസങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം റിജിറ്റ് എന്ന് പറയുന്ന കർത്താവിന്റെ ദേവസ്ഥൻ വേറൊരു പുതിയ സ്ഥലം ലാൽഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറി അവിടെ പ്രവർത്തനം ആരംഭിച്ചു. ഞങ്ങളിവിടെ വന്ന സമയത്ത് ഞാൻ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി പറയുകയാണ്, ദൈവം ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് അയച്ച ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കൊള്ളക്കാരൻ ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. പണ്ട് കാലത്ത് ഷോല എന്ന് പറയുന്ന ഒരു ഫിലിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫിലിമിൽ അന്ന് നടന്ന ആ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ആണ് അതുപോലുള്ള ഒരു സ്ഥലമായിരുന്നു മഹനാർ എന്ന് പറയുന്നത്. മഹനാറിൽ രാജഗീർ റായ് എന്ന് പറയുന്ന ഒരു വലിയ കൊള്ളക്കാരൻ അനേക വർഷങ്ങൾ ഈ സ്ഥലത്ത് കിടുകിട വിറപ്പിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സുവിശേഷം പങ്കുവയ്ക്കാനായിട്ട് എനിക്കും ബൈജു എന്ന് പറയുന്ന കർത്താവിന്റെ ദാസനും ദൈവം അവസരം ഒരുക്കി. അദ്ദേഹം വലിയ അവിടുത്തെ കൊള്ളക്കാരനാണ്. അവിടെ ഒരു തരത്തിലുള്ള വികസനമോ പോലീസിനൊന്നും ഒരു വിലയുണ്ടായിരുന്നില്ല. വൈകിട്ട് ഒരു 6 മണി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും പുറത്തിറങ്ങില്ല. കാരണം ഈ കൊള്ളക്കാരെ കൊള്ളയടിക്കാനും അതുപോലെ ആളുകളെ തട്ടിക്കൊണ്ടുപോകാനും അവിടുത്തെ ഒരു വലിയ ഒരു ബിസിനസ് ആയിരുന്നു. ആളുകളെ അപഹരണം ചെയ്യുക, അതായത് തട്ടിക്കൊണ്ടുപോവുക, വലിയ പൈസയുള്ളവരെ, അതുപോലെ വീടുകൾ, വലിയ വലിയ ആളുകളുടെ വീടുകൾ, പൈസ ഉള്ളവരുടെ വീടുകൾ കൊള്ളയടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സമയമായിരുന്നു. ഞാൻ ദൈവനാമ മൊത്തത്തിന് വേണ്ടി പറയുന്നു, ഞങ്ങള് 16 വർഷം കറണ്ടില്ലാതെയാണ് ഈ സ്ഥലത്ത് ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെ കുടുംബമായിട്ട് സഹായിച്ചു. 1990 ഞങ്ങൾ അവിടെ വന്നത് 97-ലാണ്. 2015-ലാണ് ഏകദേശം ജൂൺ മാസത്തിലാണ് ഞങ്ങളുടെ അവിടെ ശരിയായ രീതിയിൽ കറണ്ട് വന്നത്. അവിടെ കറണ്ട് ഇല്ലാതെയല്ല, അവിടെ കറണ്ട് വരാൻ അനുവദിക്കില്ല. അവിടെയുള്ള കൊള്ളക്കാരെ അവിടെ കമ്പി മുറിച്ച് കളയുക, അതുപോലെ വലിയ വലിയ ജനറേറ്റർ മാഫിയ അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവര് 3 മണിക്കൂർ ആളുകൾക്ക് കണക്ഷൻ കൊടുക്കും, ജനറേറ്ററിൽ നിന്നും കണക്ഷൻ കൊടുക്കും. അങ്ങനെ ഒരു കറണ്ടില്ലാത്ത ഒരു സ്ഥലമാണ്. നല്ല റോഡുകളില്ല, ആശുപത്രിയില്ല, സ്കൂളുകളില്ല. അങ്ങനെ ഒരു ഉൾഗ്രാമത്തിലാണ് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നത്. ഞങ്ങൾ 96-ൽ അവിടെ വന്ന സമയത്ത് ഞങ്ങൾ പല ഗ്രാമങ്ങളിൽ പോയി OP മത്തായി പാസ്റ്റർ കൂടെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് ഞങ്ങൾ വന്നപ്പോൾ ഈ മഹനാർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിരുന്നു. അന്ന് ഞങ്ങൾക്ക് ചെറിയ എതിർപ്പ് ഉണ്ടായ ഒരു സ്ഥലമാണ് മഹനാർ. ഞങ്ങൾ ബീഹാറിൽ വന്നപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ മഹനാർ തന്നെ തെരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായി. അവിടെ ഒരു വീട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഇറച്ചി മീൻ കഴിക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പല വീടുകളും നിഷേധിക്കപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ഒരു വീട് ഞങ്ങൾക്ക് കിട്ടി, അഡ്വാൻസ് കൊടുത്തു. ഞങ്ങള് ഒരു ഓഗസ്റ്റ് മാസം, അതായത് 1997 ഓഗസ്റ്റ് മാസം ആ അഡ്വാൻസ് കൊടുത്ത വീട്ടിലേക്ക് താമസത്തിന് വേണ്ടി ചെന്നപ്പോൾ അവരുടെ മകൻ പറയാണ്, നിങ്ങൾ പുറത്തുള്ളവരാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വീട് തരുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന രജിറ്റ് എന്ന് പറയുന്ന ദേവദാസൻ, അദ്ദേഹം ഒരു മിലിറ്ററി മാനായിരുന്നു. അപ്പോൾ രജിറ്റ് പാസ്റ്റർ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളും പുറത്ത് താമസിക്കുന്ന ഒരു ആളല്ലേ, ആയതിനാൽ ഞങ്ങൾക്ക് 1 മാസത്തെയെങ്കിലും വീട് തരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ താമസിച്ച അഗോഡം പോലുള്ള ആ വീട് വിറ്റ് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അദ്ദേഹം വീട് മനസ്സില്ല മനസ്സോടെ ഞങ്ങൾക്ക് 30 ദിവസത്തേക്ക് ആ വീട് തന്നതാണ്. അങ്ങനെ 31-ാമത്തെ ദിവസം ഈ വീട് നിങ്ങൾ ഒഴിഞ്ഞു തരണം എന്നുള്ള എഗ്രിമെന്റിലാണ് ഞങ്ങളെ അങ്ങോട്ട് കയറ്റിയത്. എന്നാൽ ഞാൻ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പറയുകയാണ്, ആ വീട്ടിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും, അതുപോലെ ഞങ്ങളുടെ കൂടെ കുറച്ച് വർഷങ്ങൾ ബൈജു പാസ്റ്റർ കുടുംബം താമസിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് കുടുംബമായിട്ട് ആ വീട്ടില് 24 വർഷവും 2 മാസം താമസിക്കുവാൻ കർത്താവ് ഇടയാക്കി.
സ്തോത്രം. ഞങ്ങൾക്ക് അവിടെ ബാത്റൂമും അതുപോലെ ലാട്രിനും ഉള്ള വീടുകളൊന്നും അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങൾക്ക് നല്ലൊരു വീടാണ് ദൈവം അവിടെ തന്നത്. ആ വീട്ടിൽ ഞങ്ങൾക്ക് താമസിക്കുവാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവിടെ വളരുവാനും അതുപോലെ 24 വർഷത്തിലധികം അവിടെ താമസിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഇടയാക്കി. മഹനാറിൽ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. ഞങ്ങൾ ആദ്യം ഒരു വീട് പോലും വിടാതെ എല്ലാ സ്ഥലങ്ങളിലും പോയി, എല്ലാ വീട്ടിലും പോയി സുവിശേഷ പ്രതികൾ വിതരണം ചെയ്യുവാനും അതുപോലെ അവിടെ പ്രവർത്തനങ്ങൾ ചെയ്യാനും കർത്താവ് ഞങ്ങൾക്ക് ഇടയാക്കി. അങ്ങനെ ചില ഗ്രാമങ്ങളിൽ ആരാധന തുടങ്ങുവാനായിട്ട് സാധിച്ചു. ആദ്യം പാട്ടത്തിൽ കഴിയുമ്പോൾ ആളുകളെല്ലാം പോകും, കാരണം ഞങ്ങളുടെ ഹിന്ദിയൊന്നും അത്ര നല്ലതല്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് മഹനാറിൽ ഒരു 150ഓളം പേർ കൂടി വരുന്ന ഒരു നല്ല സഭയുണ്ട്. പിന്നെ ഒരു 4 ബ്രാഞ്ച് ചർച്ച് ഇതിനോടുള്ള ബന്ധത്തിൽ ഇവിടുന്ന് 10, 15, 20 കിലോമീറ്റർ ദൂരയിൽ ഞങ്ങൾക്ക് തുടങ്ങുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. ഞാനും ബൈജു എന്ന് പറയുന്ന കർത്താവിന്റെ ദാസനും ഏകദേശം 9.5 വർഷം ഒന്നിച്ച് ആ മഹനാർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിച്ചു. അതിനുശേഷം അദ്ദേഹം പാറ്റ്ന എന്ന് പറയുന്ന തലസ്ഥാനത്തേക്ക് അവിടുത്തെ പ്രവർത്തനങ്ങൾക്കായിട്ട് പോയി. ഞങ്ങളുടെ വിവാഹത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങള് ഏകദേശം 1 വർഷത്തോളം ഇവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 98 നാട്ടിൽ പോയി. വിവാഹത്തിന് വേണ്ടി പലപ്പോഴും ഞങ്ങൾക്ക് പല ആലോചനകളൊക്കെ വന്നതാണ്. ബീഹാർ എന്ന് പറയുന്ന ഇതിലേക്ക് ആരും വരാൻ, ബീഹാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരാൻ ആരും തയ്യാറല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ദൈവം തന്ന ജീവിത പങ്കാളികൾ വളരെ സമർപ്പണത്തോടെ ഞങ്ങളുടെ 3 പേരുടെയും ഏകദേശം ഒരു സമയത്ത് തന്നെയാണ് വിവാഹം നടന്നത്. ഞാൻ എൻ്റെ ഭാര്യ ചില മാസങ്ങൾക്ക് മുമ്പ് ബിജി ജേക്കബ് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിജിയെ കാണാനായിട്ട് പോയപ്പോൾ എന്നെ വിശ്വാസത്തിലേക്ക് നടത്തിയ ക്രൈസ്ത്യാനിച്ച് തന്നെയാണ് ഞങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ആ പെൺകുട്ടിയെ കാണാനുള്ള എല്ലാ വഴികളും അവരാണ് ഒരുക്കിയത്. ഞാൻ കാണാൻ പോയ സമയത്ത് വിജിയോട് ഞാൻ ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, ബീഹാറിലേക്ക് സുവിശേഷതയ്ക്ക് വേണ്ടി വരുവാൻ തയ്യാറാണോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. വിജി എന്ന് വിചാരിച്ചു ബീഹാർ കേരളം പോലുള്ള ഒരു സ്ഥലമാണ് എന്ന് വിചാരിച്ച് അവള് യെസ് മൂളി. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ബീഹാറിലെ ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു പട്ടിക്കാടാണ്. ഇവിടെ കറണ്ടില്ല, വെളിച്ചമില്ല, റോഡില്ല, സ്കൂളില്ല, ഡോക്ടറില്ല, കൊള്ളക്കാര് ഭരിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് വന്നതിന് ശേഷം പലപ്പോഴും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പുള്ളിക്കാരത്തേക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. എന്നാൽ ദൈവം ഞങ്ങളെ നിലനിർത്തി ഇവിടെ വളരെ അനുഗ്രഹമായ രീതിയിൽ ഇതുവരെ ഞങ്ങളെ ജയോത്സവമായിട്ട് ദൈവം വഴി നടത്തി. പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിലെ പറയുന്നത് പോലെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറയുന്നു. പൗലോസ് അതിന്റെ 12-ാം വാക്യത്തിലെ 4-12 ഇപ്രകാരമാണ് അവിടെ പറയുന്നത്. പൗലോസ് പറയുന്നു, ഞാൻ ഏത് അവസ്ഥയിലായിരിക്കാനും, താഴ്ചയിലും ഉയർച്ചയിലും സമൃദ്ധിയിലും ഇല്ലായ്മയിലും ഏത് അവസ്ഥയിലായിരിക്കുവാൻ ദൈവം എന്നെ ശക്തനാക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അങ്ങനെ ദൈവം ഞങ്ങളെ അത്ഭുതകരമായിട്ട് ഇവിടെ വഴി നടത്തുന്നു. പിന്നെ ഇന്ത്യ മിഷൻ എന്ന് പറയുന്ന ഒരു നല്ല പ്രസ്ഥാനത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ കർത്താവ് ഇടയാക്കി. ഞങ്ങളവിടെ ചെല്ലുന്നതിന് ചില വർഷങ്ങൾക്ക് മുമ്പ് കാനഡയിലുള്ള മാത്യു പി കോശി എന്ന് പറയുന്ന കർത്താവിന്റെ ദാസന് ദൈവം കൊടുത്ത ദർശനപ്രകാരം KT ജോസഫ് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസനും മറ്റു ചില ദേവദാസന്മാരും എല്ലാം ചേർന്ന് ആരംഭിച്ച ഒരു സംഘടനയാണ് ഇന്ത്യ മിഷൻ എന്ന് പറയുന്നത്. ഒരു വിശ്വാസത്താൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഇന്ന് ഡോക്ടർ APP മാത്യു എന്ന് പറയുന്ന കർത്താവിന്റെ ദാസനാണ് അതിനെ മുൻനിരയിൽ നിന്ന് നയിക്കുന്നത്. ആ ടീമിൽ
ഞങ്ങൾക്ക് ചേർന്ന് പ്രവർത്തിക്കുവാൻ, ജീവിതത്തിൽ മിഷൻ കുടുംബത്തിനോടൊന്നിച്ച് പ്രവർത്തിക്കുവാൻ തന്ന അവസരം എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ വളരെ വിലയേറിയ ഒരു അവസരമാണ്. ഞങ്ങൾ ആദ്യം വളരെ കുറച്ച് ദേവദാസന്മാരെ, ആദ്യം വിരലിൽ എണ്ണാവുന്ന ദേവദാസന്മാർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കർത്താവിന്റെ കൃപയാൽ ഇന്ന് 100 കണക്കിന് ദേവദാസന്മാർ ഞങ്ങൾ ഒന്നിച്ച് ബീഹാറിലെ, നേപ്പാൾ, വെസ്റ്റ് ബംഗാൾ, അതുപോലെ UP-യിലെ, അതുപോലെ രാജസ്ഥാനിലെ, അങ്ങനെ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾക്കൊന്നിച്ച് ഒരു മനസ്സോടെ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബീഹാറിലൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബീഹാറിൽ ഇന്നും ഒരു മലയാളി ചർച്ച ഇല്ല എന്നുള്ളതാണ് ഒരു പ്ലസ് പോയിന്റ്. അനേക ദേവദാസന്മാരെ നമ്മുടെ നാട്ടിൽ നിന്നും അവർ സുശേഷകൾക്ക് വേണ്ടി നോർത്ത് ഇന്ത്യയിലേക്ക് പോയിട്ടുണ്ട്. അതിൽ അനേകരും അവര് മലയാളികളെ തേടിയാണ് പോയത്. നല്ല ടൗണുകളും നല്ല സിറ്റികളെല്ലാം നോക്കിയിട്ട്. അതുകൊണ്ട് അവരെല്ലാം ഈ ചൂടും തണുപ്പും മാറി വരുന്ന കാലാവസ്ഥയിലും ഒക്കെ താമസിച്ച് മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ പേര് പ്രവർത്തിച്ചത്. എന്നാൽ ചില ശക്തന്മാരായ ദേവദാസന്മാരെല്ലാം അവരെ നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്ത് വന്ന് ആരും അറിയപ്പെടാതെ അവരെ പല സ്ഥലങ്ങളിലും പോയി പ്രവർത്തിച്ച് ഇന്ന് നോർത്ത് ഇന്ത്യയിൽ ഒരു വലിയ ഉണർവിന് കാരണമായി തീർന്നു. ബീഹാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബീഹാറിൽ ആദ്യം ഒരു IPC ചർച്ച മാത്രമേ മലയാള ചർച്ച ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അതുപോലും ഹിന്ദി ചർച്ചയായി മാറിക്കഴിഞ്ഞു. ബീഹാറിൽ എല്ലാം അവിടെയുള്ള ലോക്കൽ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ പോയിട്ട് കർത്താവിന്റെ ദാസന്മാരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബീഹാർ ഇപ്പോഴാണ് പ്രവർത്തനത്തിന് ചില എതിർപ്പുകളൊക്കെ ഉണ്ടായത്. എന്നാൽ ബീഹാറിൽ പ്രവർത്തിക്കാൻ മുന്നു വന്ന കാലത്തെല്ലാം വളരെ നല്ല പ്രവർത്തിക്കാൻ പറ്റിയ ഒരു സമയമായിരുന്നു. ഇപ്പോൾ UP-യിലേക്കും ചില എതിർപ്പുകളൊക്കെ കാരണമാണ് അതിന്റെ ചില കാര്യങ്ങൾ ഇതിലേക്കും ബാധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തിക്കുവാൻ പറ്റിയ നല്ല സ്ഥലമാണ് ബീഹാർ. ബീഹാറിൽ പണ്ട് ആളുകൾ പറയുമായിരുന്നു ഇത് മിഷണറിമാരുടെ ശവപ്പറമ്പ്. മിഷണറിമാരുടെ അല്ല, മിഷൻ പ്രവർത്തനത്തിന്റെ ശവപ്പറമ്പായിരുന്നു. കാരണം ഇതൊരു മരുഭൂമി പോലെയായിരുന്നു. ഇവിടെ ഇംഗ്ലീഷ് മിഷണറിമാർ വന്നിട്ട് പോലും പല സ്ഥലത്തും അവരെ പ്രവേശിപ്പിച്ചില്ല. എന്നാൽ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, ബീഹാറിൽ ഇന്ന് 1-ാം നൂറ്റാണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബീഹാറിലെ പത്രോസും പൗലോസും യോഹന്നാനും ഒക്കെ ഞങ്ങളെപ്പോലുള്ള ദേവദാസന്മാരാണ് ഇവിടെ ഉള്ളത്. ഞാൻ പ്രവർത്തിക്കുന്ന വൈശാലി എന്ന് പറയുന്ന ജില്ലയിലെ ഏകദേശം 35 ലക്ഷത്തിലധികം ആളുകളുണ്ട്. ഇവിടെ ആകെ വിരലിൽ എണ്ണാവുന്ന ഒരു 10-20 ദേവദാസന്മാരാണ് മാത്രമേ ഈ ജില്ലയിലെ ഈ 35 ലക്ഷം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉള്ളൂ. ഇവിടെ ആവശ്യം പോലെ സ്ഥലങ്ങൾ, ബ്ലോക്കുകൾ ഇവിടെ ഉണ്ട്. എന്നാൽ ആരും ഇവിടെ വന്ന് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ എത്ര ചർച്ചുകളുണ്ട്. ഇവിടുത്തെ ഞാൻ പ്രവർത്തിക്കുന്ന ഈ സ്ഥലത്തുനിന്ന് 15 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഒരു ചർച്ച ഉള്ളത്. അപ്പോൾ ഒത്തിരി ആളുകൾക്ക് ഇവിടെ വന്ന് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ട്. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ബീഹാർ പോലുള്ള നോർത്ത് ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ നിങ്ങളൊരു മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി പോകണമെന്ന് ഞാൻ നിങ്ങളെ ഇവിടെ അപേക്ഷിക്കുന്നു. കാരണം നമ്മളുടെ സേഫ് സോണും ഇതെല്ലാം വിട്ട് നമുക്ക് ഒരിക്കലെങ്കിലും നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഈ അറിഞ്ഞ കർത്താവിനെ കുറിച്ച് പറയുവാനായിട്ട് നമ്മൾ പോകണം. മിഷൻ
ഫീൽഡുകളിലേക്ക് പോകണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ഞാൻ ഹിന്ദി അറിയാതെ ഇവിടെ വന്ന ഒരു കർത്താവിന്റെ ദാസനാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ അത്യാവശ്യം നല്ലതുപോലെ പ്രസംഗിക്കുവാനും പാടുവാനും കർത്താവ് ഇടയാക്കി. ഞാൻ ഒരു ചെറിയ പാട്ടുപാടി ഇവിടുത്തെ മറ്റ് ചില അനുഭവങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ബീഹാറിൽ വന്ന സമയത്ത് ഒരു ഇംഗ്ലീഷ് മിഷണറി അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ച ഒരു പാട്ടാണ് നാം ലിയോരെ നാം ലിയോരെ എന്ന് പറയുന്ന പാട്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നാം ലിയോരെ നാം ലിയോരെ ईशु का मंगल करे नाम लियो रे नाम लियो रे नाम लियो रे ईशु का मंगल करे नाम लियो रे पाप हरेगा श्राप हरेगा पाप हरेगा श्राप हरेगा पवन पवन सुंदर मेरा यीशु का नाम पवन पवन सुंदर मेरा यीशु का नाम नाम लियो रे नाम लियो रे यीशु का मंगल करे नाम लियो रे नाम लियो रे नाम लियो रे यीशु का मंगल करे नाम लियो रे शांति वो देगा शक्ति वो देगा शांति वो देगा शक्ति वो देगा पवन पवन सुंदर मेरा यीशु का नाम पवन पवन सुंदर मेरा यीशु का नाम नाम लियो रे नाम लियो रे यीशु का मंगल करे नाम लियो रे नाम लियो रे नाम लियो रे यीशु का मंगल करे नाम लियो रे ഞങ്ങൾ ഈ മാന്നാറിലെ പ്രവർത്തനം തുടങ്ങിയ സമയത്ത് ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ ഒത്തിരി ആളുകൾ ഞങ്ങളോട് വളരെ സഹതാപത്തോടും സ്നേഹത്തോടും കൂടെ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇത്രയും നല്ല ഒരു സംസ്ഥാനം വിട്ട് ഇതുപോലുള്ള ഒരു സ്ഥലത്തേക്ക്, ഇവിടെ നിങ്ങളുടെ ആരാണോ ഉള്ളത്, ഇവിടെ നിങ്ങളുടെ ബന്ധുക്കളുണ്ടോ, നിങ്ങൾ അറിയുന്ന ആരാണ് ഇവിടെ ഉള്ളത്? പലരും ഞങ്ങളോട്, അവിടെയുള്ള പല സ്നേഹിതന്മാരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഈ ഉൾഗ്രാമത്തിലേക്ക് എങ്ങനെ നിങ്ങൾ വന്നു? ശരിക്ക് വാഹനമില്ല. ഞങ്ങളുടെ അവിടേക്ക് ഹാജിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 33 കിലോമീറ്ററുള്ളൂ. അത് വരണമെങ്കിൽ 3 മണിക്കൂറിലധികം എടുക്കുമായിരുന്നു. ഇന്ന് ബീഹാറിൽ ദൈവത്തിന്റെ കൃപയാൽ നല്ല റോഡുകൾ ഒത്തിരി വന്നു. എന്നാൽ അന്ന് കൊള്ളക്കാരൊന്നും പണിയാനായിട്ട് ഇവിടെ സമ്മതിക്കില്ലായിരുന്നു. പക്ഷേ അന്ന് 3 മണിക്കൂർ, ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് കൂട്ടിയൊന്നും പറയുന്നതല്ല, ഇവിടെ 3 മണിക്കൂർ സമയം എടുക്കായിരുന്നു. വലിയ വലിയ കുഴികളായിരുന്നു. നിങ്ങൾ ബീഹാറിലേക്ക് വരുമ്പോൾ നല്ല റോഡുകൾ ഉണ്ടെങ്കിലും ചില സ്ഥലങ്ങൾ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചില റോഡുകളൊക്കെയും അതിലൂടെ ഞങ്ങൾ കൊണ്ടുപോയി നിങ്ങളെ കാണിക്കാം. അപ്പോ അങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു ഈ മഹനാർ എന്ന് പറയുന്നത്. ഈ മഹനാറിലേക്ക് ഞങ്ങൾ എന്തിനാണ് ദൈവം അയച്ചതെന്ന് ചില നാളുകൾക്ക് ശേഷം ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളെ വീട്ടിൽ വന്ന് എപ്പോഴും ആളുകൾ തർക്കിക്കാനും വഴക്കുണ്ടാക്കാനൊക്കെയായിട്ടാണ് പലരും ഞങ്ങളവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഞങ്ങൾ അന്വേഷിച്ച് തേടി പിടിച്ചു വരാറുള്ളത്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഒരിക്കൽ ഉപവാസമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ ഞങ്ങളെ കാണുവാനായിട്ട് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ പേര് പ്രഭാകർ സാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം വന്നിട്ട് പറയുകയാണ്, ഞാൻ
വർഷങ്ങളായിട്ട് ഒരു സുവിശേഷകനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ എൻ്റെ ഗ്രാമത്തിൽ വന്ന് പുസ്തകങ്ങളും ട്രാക്റ്റുകളും വിതരണം ചെയ്തു. അന്ന് ഞാൻ സ്ഥലത്തില്ലായിരുന്നു. അങ്ങനെ നിങ്ങളുടെ അഡ്രസ്സ് കിട്ടി. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ ഇത്ര വർഷമായിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വിശ്വസിക്കുവാൻ പോലും സാധിച്ചില്ല. കാരണം ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ പ്രഭാകർ സാ എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹം റേഡിയോയിലൂടെ സിനിമ പാട്ട് കേട്ടുകൊണ്ടിരിക്കെ സിനിമ പാട്ട് ട്യൂൺ ചെയ്ത സമയത്ത് ബാംഗ്ലൂരിലുള്ള ഫീബ റേഡിയോയിൽ നിന്നും ഒരിക്കൽ അദ്ദേഹം സുവിശേഷം കേട്ടു. അങ്ങനെ അദ്ദേഹം നിരന്തരമായിട്ട് സുവിശേഷം കേൾക്കുവാനിടയായി. അങ്ങനെ ബാംഗ്ലൂര് ഫീബ റേഡിയോയിലേക്ക് അദ്ദേഹം എഴുതി ഒരു ബൈബിൾ വരുത്തിച്ചു. അവരുടെ ഒരു കറസ്പോണ്ടൻസ് കോഴ്സ് അദ്ദേഹം ചെയ്തു. അദ്ദേഹം അന്ന് യേശുവിൽ വിശ്വസിച്ച്, അന്ന് അദ്ദേഹം നല്ല യൗവനക്കാരനായിരുന്നു. അദ്ദേഹം യേശുവിന് വേണ്ടി അദ്ദേഹം തന്നെത്താൻ തിരിഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം യേശുവിനെ സ്വീകരിക്കുകയും ബൈബിൾ വായിക്കുകയും കറസ്പോണ്ടൻസ് കോഴ്സ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്നാനപ്പെടുവാനുള്ള ആഗ്രഹമുണ്ടായി. അദ്ദേഹം ഫീബ റേഡിയോയിലേക്ക് എഴുതി, നിങ്ങൾ കടന്നു വന്ന് എന്നെ സ്നാനപ്പെടുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്രയും ദൂരം വന്ന് നിങ്ങളെ സ്നാനപ്പെടുത്തുവാൻ സാധിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും സുവിശേഷകരെ പാസ്റ്ററെ അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം ചില വർഷങ്ങൾ അന്വേഷിച്ചിട്ടും കണ്ടു കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഗംഗാനദിയാണ്. ആ ഗംഗാനദിയിൽ പോയി അദ്ദേഹം തന്റെ തലയിൽ കൈവച്ച്, സ്വയം കൈവച്ച്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അദ്ദേഹം സ്നാനപ്പെടുവാനിടയായി. അതിന് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ദൈവം ഞങ്ങളെ ആ സ്ഥലത്തേക്ക് തന്നെ അയച്ചത്. അദ്ദേഹം എന്ന് പറയാണ്, ഞാൻ ഒരു ദേവദാസനെ കണ്ടു കിട്ടാതെ വന്നപ്പോൾ ഗംഗാനദിയിൽ പോയി തന്നെത്താൻ സ്നാനപ്പെട്ടതാണ്. ഇപ്പോൾ ഇതാ നിങ്ങളെ കണ്ടു കിട്ടിയിരിക്കുന്നു. അദ്ദേഹം വളരെ സന്തോഷമുള്ളവനായി വീണ്ടും എന്റെ കൂടെയുള്ള ബൈജു എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ അദ്ദേഹത്തെ ഗംഗാനദിയിൽ സ്നാനപ്പെടുത്തുവാനായിട്ട് ഇടയായി. അദ്ദേഹം 84 വയസ്സുള്ളവനായി കർത്താവിൽ നിദ്ര പ്രാപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് അനേകരെ സ്നാനപ്പെടുവാൻ എത്ര അവസരങ്ങൾ ഉണ്ടായിട്ടും അവർ പല ഒഴികഴിവുകൾ പറഞ്ഞും പാരമ്പര്യങ്ങൾ പറഞ്ഞും അതുപോലെ സാഹചര്യങ്ങൾ അനുകൂലമല്ല എന്ന് പറഞ്ഞ് സ്നാനപ്പെടാതിരിക്കുമ്പോൾ ഇതാ ഒരു വ്യക്തി, അദ്ദേഹത്തെ പരിശുദ്ധാത്മാവല്ലാതെ വേറൊരു മനുഷ്യൻ അദ്ദേഹത്തെ നയിക്കുവാൻ ഇല്ലാതിരുന്ന സമയത്ത് അദ്ദേഹം തന്നെത്താൻ കർത്താവിന് വേണ്ടി വേർതിരിഞ്ഞു. അപ്പോൾ ഇദ്ദേഹം സ്നാനപ്പെട്ട സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഒരിക്കൽ നമ്മൾ പഴയ നിയമത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്, നമ്മുടെ ഏലിയാവ് ആഹാബിന്റെ ഭാര്യ ഇസബേലിയെ അവനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഒക്കെ ഇരിക്കുന്ന ആ സമയത്ത്, പേടിച്ച് ഭയന്നിരിക്കുന്ന സമയത്ത് ദൈവത്തോട് പറയുകയാണ്, ഞാൻ ഒരുവൻ മാത്രമാണ് യഹോവേ നിനക്ക് വേണ്ടി ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇതാ അവന് പോലും, ഏലിയാവിന്, ഇത്ര വലിയ പ്രവാചകനായ ഏലിയാവിന് പോലും അറിയാത്ത ഒരു വലിയ രഹസ്യം അന്ന് ദൈവം അവിടെ വെളിപ്പെടുത്തിയിരുന്നു. ദൈവം പറയാണ്, ബാലിനെ ചുംബിക്കാത്ത, ബാലിന്റെ മുന്നിൽ മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്കായിട്ട് അവിടെ ശേഷിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ, ആ കണക്ക് പറഞ്ഞപ്പോഴാണ് ഏലിയാവിന് മനസ്സിലായത് ഇത്രയും ആളുകൾ കർത്താവിന് വേണ്ടി ഉണ്ടെന്ന്. നമ്മളൊക്കെ പലപ്പോഴും ട്രാക്ടോ അല്ലെങ്കിൽ ദൈവജനം പ്രസംഗിച്ച് പോകും. പക്ഷെ ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സ്ഥലത്ത് പറഞ്ഞാൽ നല്ലതായിരിക്കും, കുറച്ച് സൗണ്ടില്. ഓക്കെ.
ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം. പാസ്റ്റർ സൗണ്ടിൽ പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോ അങ്ങനെ ഞങ്ങളവിടെ പ്രവർത്തനം ആരംഭിച്ചു. ആദ്യം ഗ്രാമങ്ങളിലൊക്കെയാണ് ഞങ്ങൾ ആരാധന ആരംഭിച്ചത്. അതിനുശേഷം ഞങ്ങളുടെ താമസിക്കുന്ന വീട്ടിൽ ആരാധന തുടങ്ങുവാനായിട്ട് തുടങ്ങി. പലപ്പോഴും പലരും ഒന്ന് രണ്ട് പേരൊക്കെയാണ് ആദ്യം വരുമായിരുന്നത്. ചിലപ്പോൾ ആരാധനയ്ക്ക് കഴിഞ്ഞിട്ടാണ് പലരും വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ അങ്ങനെ ആളുകൾ വരുവാനും ഇവിടെ സ്നാനപ്പെടുവാനൊക്കെ ഇടയായി തീർന്നു. ഞങ്ങൾ അവരെ കന്യാനദിയിൽ കൊണ്ടുപോയി സ്നാനപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കി. ഞങ്ങളിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ വന്ന ചില നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഒരിക്കൽ ഒരു ഗ്രാമത്തിലേക്ക് പോയി. അത് വലിയ വിരോധികളുള്ള, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതുപോലെ ചില സംഘടനകളുടെ ഒക്കെ വലിയ എതിർപ്പുള്ള വിരോധികളുടെ ഒരു ഗ്രാമത്തിലാണ് ഞങ്ങൾ ചെന്നുപെട്ടത്. അവിടെ ചെന്ന സമയത്ത് അവരെല്ലാവരും കൂടെ ഞങ്ങളെ വളഞ്ഞു. ഞങ്ങളെ പല മൊട്ടയടിക്കുമെന്നും ഞങ്ങളെ അടിക്കണമെന്നെല്ലാം ഒത്തിരി പേര്, നൂറുകണക്കിന് ആളുകൾ അവിടെ കൂടി. ഞങ്ങളുടെ കയ്യിലുള്ള പുസ്തകങ്ങളും കാര്യങ്ങളെല്ലാം അവർ വാങ്ങിവെച്ചു. എനിക്കൊന്ന് വലിയ ഹിന്ദിയൊന്നും അറിയാതിരുന്ന സമയമാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമുക്ക് വേറെ ഭാഷയൊന്നും അറിയില്ലെങ്കിലും നമ്മളൊരു പുഞ്ചിരിക്കുന്ന അല്ലെങ്കിൽ ചിരിക്കുന്ന ഒരു മുഖമുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തെയും നമുക്ക് നേരിടുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ അങ്ങനെ വലിയൊരു എതിർപ്പ് വന്നു. ആ സമയത്ത് അതിൻ്റെ ഒരു നേതാവ്, മനോജ് സിംഗ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു നേതാവ് അവിടെ വന്ന് ഞങ്ങൾ ഇരുത്തി ഞങ്ങളോട് പറയുകയാണ്, ഇവിടെ ചില ആളുകൾ തങ്ങളുടെ വാളുകൊണ്ടാണ് ഇവിടെ ആളുകളെ മതം മാറ്റിയത്. പക്ഷേ അതിനേക്കാളും ഞങ്ങൾ നിങ്ങളെയാണ് ഭയക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വാളില്ല, നിങ്ങളുടെ കയ്യിൽ തോക്കില്ല, നിങ്ങളുടെ കയ്യിൽ വേറെ ആയുധങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒരു ആയുധമുണ്ട്. അത് സ്നേഹത്തിന്റെ വാളാണ്. ഇന്ന് ക്രിസ്ത്യാനികൾക്ക് പോലും അറിയാത്ത ഒരു വലിയ രഹസ്യമാണ് വിരോധികളുടെ നേതാവായ മനോജ് സിംഗ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മുടെ കയ്യിലുള്ള ആയുധം എന്ന് പറഞ്ഞാൽ അത് സ്നേഹത്തിന്റെ വാളാണ്. കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യില് അദ്ദേഹം പറഞ്ഞ പ്രകാരമാണ്, ഈ വാള് പ്രയോഗിച്ചാൽ അവിടെ രക്തം വരുന്നതോ മുറിവേൽക്കുന്നതോ ഒന്നും കാണില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ പരിവർത്തനം, ഒരു മാറ്റം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഈ സ്നേഹത്തിന്റെ വാള് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ നിങ്ങളെയാണ് ഭയപ്പെടുന്നത്. വാളുകൊണ്ട് മതപരിവർത്തനം നടത്തിയവരെ ഇതിനു മുന്നേ ഉണ്ടായിരുന്നു. പക്ഷേ അവരെക്കാൾ ഞങ്ങൾ ഭയക്കുന്നത് നിങ്ങളെയാണ്. അതെ, നമ്മുടെ കയ്യിൽ നമ്മൾ ക്ഷമിക്കുന്നവരും സഹിക്കുന്നവരും ആരും എതിർക്കാത്തവരാണ്. നമ്മൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടമാണ് നമ്മള്. നമ്മുടെ കയ്യിൽ സ്നേഹത്തിന്റെ വാളാണ് കർത്താവ് തന്നിരിക്കുന്നത്. അത് നമുക്ക് വളരെ വിശ്വാസത്തോടുകൂടെ നമുക്ക് ഈ വാള് ഉപയോഗിക്കാം. നമ്മൾ ആരെയും അവരെ മതപരിവർത്തനം ചെയ്യുവാനല്ല നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ സത്യസുവിശേഷം പ്രസംഗിക്കുവാനാണ് ഓരോ സ്ഥലത്തും നമ്മൾ പോകുന്നത്. നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തൊന്നും നമ്മൾ ഇതുവരെ ആരെയും മതം മാറ്റിയിട്ടില്ല. ഓരോ വ്യക്തികളും യേശുവിനെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ് ഈ സത്യവിശ്വാസത്തിലേക്ക് വന്നവരാണ്. നമുക്ക് ഒരു ജാതിയോ മതമോ അല്ലെങ്കിൽ ഒന്നും നമുക്കില്ല. നമുക്ക് ഒരു ദൈവം, ഒരു മനുഷ്യൻ. എല്ലാ മനുഷ്യരും കർത്താവിനെ അറിയണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ പ്രവർത്തനം ആരംഭിച്ചു. നല്ല രീതിയിൽ പ്രവർത്തനം നടന്നു. 2007 കർത്താവ് ഞങ്ങൾക്കിവിടെ
ഒരു സ്ഥലം മേടിക്കാനായിട്ട് മഹാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇടയാക്കി. ഇവിടെ ഒരു നല്ല ഹോള് കർത്താവിന്റെ കൃപയാൽ പണിയുവാനായിട്ട് കർത്താവ് ഇടയാക്കി. ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് ആ പുതിയ സ്ഥലത്തേക്ക് മാറുവാൻ കർത്താവ് ഇടയാക്കി. അതുപോലെ ഞങ്ങളോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് ഒത്തിരി പ്രവർത്തകരെ കർത്താവ് തന്നു. ഇന്ന് ഇന്ത്യൻ മിഷനിൽ ഞാൻ പ്രവർത്തിക്കുന്ന നമ്മുടെ സോണിൽ നൂറുകണക്കിന് ദേവദാസന്മാർ ഞങ്ങൾ ഒന്നിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടുത്തെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തന്നെ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു വ്യക്തി പോലും ഇല്ലാതിരുന്ന, ഒരു ക്രിസ്ത്യാനിയോ മലയാളിയോ ഒന്നും ഇല്ലാതിരുന്ന ഈ സ്ഥലത്ത് വന്ന് ഞങ്ങളെ പോലുള്ള അനേക ദേവദാസന്മാർ ബീഹാറിന്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെല്ലാം ഓർക്കണം. ഞങ്ങൾക്ക് ഈ കൊള്ളക്കാരുടെ പ്രവർത്തിച്ചപ്പോ ഏതെങ്കിലും കൊള്ളക്കാര് കർത്താവിനെ അറിയുവാനിടയായി തീർന്നു? അങ്ങനെ കൊള്ളക്കാര് കർത്താവിനോട് അവരോട് പലരോടും സുവിശേഷം പറയാം. ഞാനും ബെജി എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ കൂടെ ഒരിക്കൽ ഗംഗാ നദിയുടെ തീരത്ത് പോയ സമയത്ത് അവിടെ ആ ഒരു ഗ്രാമത്തിലെ ഒരു മനുഷ്യനും കാണാനില്ല. അപ്പോ ഞങ്ങളവിടെ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഡോക്ടറാണ്, കമ്പൗണ്ടർ മൂത്ത് ഡോക്ടറായ ഒരു ഡോക്ടറെ എടുത്ത് ഞങ്ങൾ ചെന്ന് ഇങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഗ്രാമത്തിലുള്ള ഒരു മനുഷ്യനെയും അവിടെ കാണാനില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തുകൊണ്ട് ഇവരാരും പുറത്തു വരുന്നില്ല എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഞങ്ങളോട് ആംഗ്യ ഭാഷയിൽ പറയുകയാണ്, നിങ്ങൾ വേഗം ഇവിടുന്ന് പൊക്കോ, ഇവിടെ കൊള്ളക്കാർ വന്നിട്ടുണ്ട്, വേഗം ഇവിടുന്ന് പൊക്കോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരിക്കെ അവിടെ വന്ന കൊള്ളക്കാരുടെ ഒരു നേതാവ് വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു. ഞാനും ഡെജി എന്ന് പറയുന്ന കർത്താനദാസനും നല്ല ഹൈറ്റുള്ളവരാണ്. അപ്പൊ ഞങ്ങൾ സിഐഡിമാരാണ് എന്ന് വെച്ചിട്ടാണ് ഇതിലെ നേതാവ് വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയുകയാണ്. അങ്ങനെ ഞങ്ങളെ കൂട്ടി ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ 15ഓളം കൊള്ളക്കാരുണ്ടായിരുന്നു. അവരെ നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദിച്ചു. ഞങ്ങള് അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദിച്ചു. അങ്ങനെ അവർ പറഞ്ഞു, ഞങ്ങള് കൊള്ള ചെയ്യുന്നവരാണ്, ഞങ്ങൾ ഈ ലേഡിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് അവര് ഭക്ഷണം കഴിക്കാനായിട്ട്. അവരുടെ കയ്യിലെ ആയുധങ്ങളെല്ലാമായിട്ടാണ്, തോക്കും എല്ലാം സെറ്റപ്പിലാണ് അവരവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 3 മണിക്കൂറോളം അവരുമായിട്ട് സംസാരിച്ചു. ഞങ്ങൾ യേശുവിനെ കുറിച്ച് ദൈവജനത്തിൽ നിന്ന് സംസാരിച്ചു. അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ കയ്യില് ഞങ്ങള് പുതിയ നിയമെല്ലാം ആ സമയത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുകയായിരുന്നു. അതെല്ലാം ഞങ്ങൾ ഓയിൽ ടീമിൽ നിന്നും വിലയ്ക്ക് വിലയ്ക്കാണ്. കാരണം ഫ്രീ ആയിട്ട് കൊടുത്ത അതെല്ലാം കീറിപ്പറിച്ച് കളയുമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ ബൈബിളുകളും ഇതെല്ലാം ഇവരെ അവിടെയുള്ള ഗ്രാമവാസികളെല്ലാം കൂട്ടി വിളിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ കുട്ടികൾ 10 വരെ പഠിച്ചാൽ പോലും കിട്ടാത്ത വലിയ ജ്ഞാനമാണ് ഇതിലുള്ളത് എന്ന് പറഞ്ഞ് ആ ബൈബിളുകളും പുതിയ നിയമം ഇതെല്ലാം കൊടുത്തു. ആ പൈസയ്ക്ക് നിങ്ങൾക്ക് തിരിച്ചു വന്നു. പിന്നെ അവര് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കിവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം. അതിനൊരു കോണപ്പുറത്തിൽ തന്നു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ കർത്താവുണ്ട്, അതുകൊണ്ട് വേറെ പ്രോബ്ലമൊന്നും ഇല്ല. അവരെല്ലാം ചില നാളുകൾക്ക് ശേഷം അവരുടെ ശവമെല്ലാം പിന്നീട് തീരത്ത് കാണുവാനായിട്ട് ഇടയായി തീർന്നു. പല കൊള്ളക്കാരോടൊപ്പം സുശേഷം പങ്കുവെച്ചു, എങ്കിലും അവരൊന്നും വിശ്വാസത്തിലേക്ക് വന്നില്ല. ഇവിടെ അനേക ജാതികളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ പല ജാതികളിൽ നിന്നുള്ള ആളുകൾ വിശ്വാസത്തിലേക്ക് വരുന്നു. ഇവരുടെ സമുദായ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, അതിൽ നിന്ന് ഒരാൾ വരാന്ന് പറഞ്ഞാൽ, എങ്കിലും അനേക സ്ത്രീകളാണ് കർത്താവിലേക്ക് വന്നത്. അവർ വളരെ സ്ട്രോങ് ആയിട്ട് കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നു.
അതുപോലെ ഞങ്ങൾക്ക് ഇവിടെയുള്ള ഗ്രാമങ്ങളിൽ ഈ സ്ത്രീകൾ കടന്നു വരുമ്പോ അവരുടെ ഭവനത്തിൽ നിന്ന് ഒത്തിരി എതിർപ്പുണ്ടാകുമല്ലോ പാസ്റ്ററെ. ഭവനത്തിൽ നിന്നും അതുപോലെ കൂടുതലായിട്ട് അവരുടെ സമുദായങ്ങളിൽ നിന്നും അയൽപക്കക്കാരിൽ നിന്നും എല്ലാം ഒത്തിരി വെള്ളം എടുക്കാൻ പോലും നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല ഇവിടുത്തെ കാര്യങ്ങള്. വെള്ളം എടുക്കുവാനോ റേഷനിലെ അരി സാധനങ്ങളൊന്നും അവർക്ക് ലഭിക്കില്ല. അവരെല്ലാ വിധത്തിലും അവര് ഒറ്റപ്പെടുത്തും. എങ്കിലും അനേക സ്ത്രീകൾ കർത്താവിന് വേണ്ടി കർത്താവിനെ സ്നേഹിച്ച് അവരുടെ അറിഞ്ഞ ആ സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവരുണ്ട്. നമുക്ക് അവരെ കാണുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് വെള്ളസാരി ഉണ്ടായിരിക്കില്ല, നമ്മളെ പോലുള്ള സെറ്റപ്പൊന്നും അവർക്കുണ്ടായിരിക്കില്ല. പക്ഷേ നമ്മളെക്കാൾ കൂടുതൽ അവർ യേശുവിനെ സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു. യേശുവിന് വലിയ വലിയ എതിർപ്പുകൾ ഉണ്ടായിട്ട് പോലും ഞങ്ങളോടൊരു സ്ത്രീ പറഞ്ഞത് ഇപ്രകാരമാണ്. അവരെ ഗ്രാമത്തിൽ നിന്നും ഗ്രാമത്തലവനും ആളുകളെല്ലാം കൂടെ പുറത്താക്കുകയായിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞു, ഞാൻ നിങ്ങളെ പുറത്താക്കുന്നു, നിങ്ങളായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല എന്ന്. യേശുവിനെ നിങ്ങൾ അറിഞ്ഞു വരുന്നു, ആ സമയത്ത് മാത്രമേ നിങ്ങളായിട്ട് ബന്ധമുണ്ടാകുള്ളൂ എന്ന് പറഞ്ഞ് എല്ലാം ത്യജിച്ച് അവരെ പോലുള്ള പലരും വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഒരിക്കൽ ഞങ്ങള് ഗ്രാമത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും ഇവിടെയുള്ള പല അമ്പലങ്ങളിൽ പോലും ഇവിടുത്തെ ആളുകള് ഞങ്ങൾക്ക് അമ്പലങ്ങളിൽ കർത്താവിന്റെ വചനം പ്രഘോഷിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ പോലും ഞങ്ങൾക്ക് പലപ്പോഴും ഒരു സ്ഥലത്തൊന്നുമല്ല ഒത്തിരി സ്ഥലത്ത്. ഞാനിപ്പോൾ ഓർക്കാണ്, ഞങ്ങളിവിടെ ആദ്യമായിട്ട് ഒരു ക്രൂസൈഡ് നടത്തിയ സമയത്ത് 2 വലിയ അമ്പലങ്ങളുടെ മധ്യത്തിലുള്ള ഗ്രൗണ്ടിലാണ് ഞങ്ങൾക്ക് അവരെ അനുവദിച്ചത്. അപ്പോ ഈ അമ്പലത്തിന്റെ ഒരു പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു സ്കൂൾ മാഷ് ഉണ്ടായിരുന്നു. അദ്ദേഹം അമ്പലത്തിന്റെ ഒരു മകുടത്തിന്റെ മേൽ കോളാമ്പിയെല്ലാം വെച്ച് കെട്ടി അമ്പലത്തിന്റെ ജനറേറ്ററും എല്ലാ കാര്യങ്ങളും അവര് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടാണ് 3 ദിവസത്തെ ഒരു ക്രൂസൈഡ് ഞങ്ങൾ അവിടെ നടത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ വിഗ്രഹങ്ങളില്ല. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആ ഗ്രാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വലിയ ഒരു എന്താ പറയുന്ന നമ്മുടെ നാട്ടിലത്തെ രീതി പറഞ്ഞാൽ അവിടെ ആ കാലഘട്ടത്തില് 50,000-60,000 വോട്ട് ചെയ്യുന്ന ആളുകളുള്ള ഒരു ഗ്രാമമായിരുന്നു. അതായത് ബീഹാറിലെ തന്നെ 2ാമത്തെ വലിയ ഗ്രാമം ആയ ദമോൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇത് ചെയ്തത്, ഈ ക്രൂസൈഡ് നടത്തിയത്. അപ്പോ ക്രൂസൈഡിൽ പ്രസംഗിക്കാനായിട്ട് ഒരു ദേവാസം വന്നു. അദ്ദേഹം പുറത്താണ് ജീവിക്കുന്നത്, നമ്മുടെ കാനഡയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന് ഹിന്ദി അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന് ഈ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ക്ഷണിച്ചു. അദ്ദേഹം ബീഹാറിൽ വന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞു, ഈ ഗ്രാമത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സുവിശേഷം പറയാം, പക്ഷെ ഇറച്ചി മീനും കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ ഞങ്ങൾ അവിടേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്പലവും അവിടെ കൂടിയ ജനങ്ങളെയും കണ്ടോടുകൂടെ ഇദ്ദേഹത്തിന്റെ കൺട്രോൾ പോയി. കാരണം ആ സമയത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും വളരെ എതിർപ്പുകൾ ഉണ്ടായ സ്ഥലമാണ്. നമ്മൾ അമ്പലത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ ഹല്ലേലൂയ അതുപോലെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയ ഒച്ചത്തിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. 1000-1500 പേരൊക്കെയാണ് അവിടെ കൂടിയിരിക്കുന്നത്. കർത്താവ് നിദ്ര പ്രാപിച്ച അറിയിച്ചെറിയാൻ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ അവിടെ ഉച്ചത്തിൽ ഹല്ലേലൂയയ്ക്കും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ പ്രസംഗിക്കില്ല. ഞങ്ങൾ പറഞ്ഞു, ദേവദാസൻ നിങ്ങളിവിടെ പ്രസംഗിക്കുക, കാരണം ഞങ്ങൾക്കൊരു പ്രോബ്ലം ഇവിടെ ഉണ്ടാവില്ല, നിങ്ങൾക്കും ഉണ്ടാവില്ല. നിങ്ങൾ പ്രസംഗിച്ചിട്ട് നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ ഇവിടുന്ന് പോകാം. ഇറച്ചി മീനിനെ കുറിച്ച് മാത്രം സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സോടെ ആ കർത്താവിന്റെ ദാസൻ പ്രസംഗിക്കാനായിട്ട് തയ്യാറായി. അദ്ദേഹം എടുത്ത വിഷയം തന്നെ 5 അപ്പം 2 മീനുമാണ്. മീനിനും ഇറച്ചിയെ കുറിച്ച് പ്രസംഗിക്കല്ലേ എന്ന് പറഞ്ഞ ആ കർത്താവിന്റെ ദാസന്റെ
കൺട്രോൾ നഷ്ടപ്പെട്ടു. അദ്ദേഹം പിന്നെ പറയുന്നത് മുഴുവൻ മീനെ കുറിച്ചും മീനെ പിടിക്കാൻ പോയ കഥകളൊക്കെ ആയിരുന്നു. എന്നിരുന്നാലും മീറ്റിംഗ് നടന്നു. ഞങ്ങൾ 100 ആളുകളുടെ തലയിൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവ് ഇടയാക്കി. ഇന്ന് ആ സ്ഥലത്തേക്ക് നല്ല പ്രവർത്തനങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. നല്ല ദൈവസഭ അവിടെ ഉണ്ടായി. അപ്പോ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് ആ പ്രസിഡന്റിന് നന്ദി പറയാനായിട്ട് ആ ഗ്രാമത്തിൽ ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമാണ് ഞങ്ങളെ ചിന്തിപ്പിച്ചത്. അദ്ദേഹം പറയാണ്, ഇത്രയും പരിശുദ്ധമായ നിങ്ങളുടെ കർത്താവ് എന്തുകൊണ്ട് ഇതുപോലെ മാറ്റം വഹിക്കുന്ന അല്ലെങ്കിൽ അശുദ്ധമായ ഈ മത്സ്യത്തെ എന്തിനു കൊടുത്തു? ഈ മീന് കൊടുത്തതിന് പകരം എന്തുകൊണ്ട് പച്ചക്കറി കൊടുത്തില്ല? 5 അപ്പവും പച്ചക്കറി എന്തുകൊണ്ട് കൊടുത്തില്ല എന്നതാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ അത്രയാണ് അവർക്ക് ഇതിനെ കുറിച്ചുള്ള അവരുടെ ഇതിൽ അശുദ്ധമായ സാധനങ്ങളാണ് മത്സ്യം, മാംസം എന്നൊക്കെ പറഞ്ഞാൽ. എന്നാൽ കർത്താവിന്റെ കൃപയാൽ വളരെ നല്ല രീതിയിൽ ഇതുപോലെ ബീഹാറിലുള്ള പല സ്ഥലങ്ങളിലും നമുക്ക് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവം സഹായിച്ചു. ഇവിടെ വിദ്യാഭ്യാസമില്ലാത്ത സഹോദരി സഹോദരന്മാരാണ് കൂടുതലായിട്ടും കടന്നു വരുന്നത്. ഈ തലമുറ മാറിയെങ്കിൽ മാത്രമേ ഇനി പഠിപ്പുള്ളവരുണ്ടാകുള്ളൂ. എങ്കിലും വളരെ വിശ്വാസവും അതുപോലെ കർത്താവിനെ സ്നേഹിക്കുന്ന അനേകരാണ്. ഞങ്ങൾ പലപ്പോഴും ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്, ഒരു വീട്ടിൽ നിന്നും വേറെ വീട്ടിലേക്ക്, ആ ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക് ഇവിടെയുള്ള ആളുകള് ഞങ്ങളെ കൊണ്ടുപോകും. ആദ്യം നമുക്ക് ചില മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് അവരെ നമ്മളെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുപോകുക. പശുവിനെ, ആടിന് വേണ്ടി അല്ലെങ്കിൽ എരുമയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളെ പ്രാർത്ഥിക്കാനായിട്ട് അവർ കൊണ്ടുപോവുക. പക്ഷേ ദൈവം അതിന് സൗഖ്യം കൊടുത്തു കഴിയുമ്പോൾ അവര് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരും. അങ്ങനെയുള്ള ഒരു രീതിയാണ് ഇവിടെ ഗ്രാമത്തില് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. യേശുവിനെ എങ്ങനെയാണ് പല വീടുകളിലേക്ക് ആളുകൾ കൊണ്ടുപോയത്, സ്വീകരിച്ചത്, അതുപോലുള്ള ഒരു ഫീലാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഞാനിന്ന് പറയാ, കേരളത്തിൽ പോകുന്നതിനേക്കാളും വളരെ സന്തോഷമാണ് ഇവിടെയുള്ള ഓരോ ഗ്രാമത്തിലേക്കും പോകുവാനും. ഇവിടെയുള്ള വിശ്വാസികൾക്ക് അവർക്ക് വലിയ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും ഇല്ലെങ്കിലും അവർക്കുള്ളത് തരുവാനായിട്ട് അവര് വളരെ വലിയൊരു മനസ്സാണ് അവര് ഇവിടെ കാണിക്കുന്നത്. ഇവിടെയുള്ള വിശ്വാസികൾക്ക് എന്ന് പറഞ്ഞാൽ വളരെ സ്നേഹമുള്ളവരും വളരെ ദേവദാസന്മാരെ ആദരിക്കും. ഞങ്ങൾക്കും കർത്താവിനെ കാണുന്ന അതേ കാഴ്ചപ്പാടിലാണ് അവരെ കാണുന്നത്. ഇവിടെ അധികം പ്രവർത്തനങ്ങളൊന്നും തുടങ്ങിയിട്ട് അധികം നാളുകളായിട്ടില്ല. എങ്കിലും ഇന്ന് അനേക ആയിരങ്ങള് വിശ്വാസത്തിലേക്കായിട്ട് കടന്നു വരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയില് ബീഹാറിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ മൂത്ത മോള് ഗ്രേസ്, അവള് ഇവിടെ സ്കൂളുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവളെ ഇവിടെ ചേർത്തിയപ്പോൾ തന്നെ 5.5 വയസ്സ് കഴിഞ്ഞിരുന്നു. ഇവിടെയുള്ള ഒരു സെന്റ് മേരീസ് എന്നാണ് സ്കൂളിന്റെ പേര്, എങ്കിലും അത് നടത്തുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹത്തിന് സെന്റ് മേരി ആരാണെന്നോ ജീസസ് ആരാണെന്നൊന്നും അവർക്കറിയില്ല. അങ്ങനെയുള്ള ഒരു സ്കൂളിലാണ് ഞങ്ങളുടെ 2 മക്കളും പഠിച്ചത്. എന്നാൽ ഞാൻ ഒരു 3-4 വർഷം മുന്നേ എൻ്റെ മോളെ ബാംഗ്ലൂരിലുള്ള ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിൽ അവിടെ പഠിക്കാനായിട്ട് ഞാൻ അവളെ റേഡിയോളജിയാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ അവളെ കൊണ്ടുവിട്ടപ്പോൾ അന്നാണ് എനിക്ക് മനസ്സിലായത്, നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല, അവൻ നിരപ്പിക്കുന്ന ദൈവമാണ് എന്ന് എനിക്ക് മനസ്സിലായത്. നമ്മൾ മണ്ണിനെ കുറിച്ച് വായിക്കുന്നത് പ്രകാരമാണല്ലോ, അധികം പെറുക്കി കൊണ്ടുവന്നതിന് അധികവുമില്ല, അല്പം കൊണ്ടുവന്നതിന് അല്പവുമില്ല, എല്ലാവർക്കും സമമാക്കി തീർക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഓരോരുത്തരെയും സേവിക്കുന്നത്. കാരണം എൻ്റെ മോൾ മാത്രമാണ് ആ പോയ ബാച്ചിൽ ഏറ്റവും ഈ ബീഹാറിലുള്ള ഒരു ഉൾഗ്രാമത്തില് പഠിച്ചു വന്ന ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ മോളാണ്. ബാക്കിയുള്ള കുട്ടികളെന്നൊക്കെ പറഞ്ഞുള്ള കൂടെ പഠിച്ചവര് ഗൾഫിലും അതുപോലെ ഇന്ത്യയുടെ ഒരു വലിയ വലിയ
സിറ്റികളിലും പഠിച്ചവരായിരുന്നു. എന്നാൽ എൻ്റെ മോൾക്കും അവരുടെ കൂടെ അവിടെ പഠിക്കുവാനുള്ള അവസരം ദൈവം ഒരുക്കി. എൻ്റെ ചെറിയ മോള് ബികോം തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നല്ല സ്കൂളുകളില്ലായിരുന്നു. ഇന്ന് ഇവിടെ 24 മണിക്കൂർ കറണ്ട് ഉണ്ട്. ഒരുവിധം എല്ലാം നല്ല റോഡുകൾ ഇവിടെ വരുവാൻ ഇടയായി തീർന്നു. പിന്നെ എതിർപ്പുകളുണ്ട്. 2016 ഞങ്ങളുടെ ചർച്ചിലേക്ക് ഒത്തിരി സുവിശേഷ വിരോധികൾ കടന്നു വന്ന് ഇവിടെ വിഗ്രഹം വെക്കുകയും അതുപോലെ അവരുടെ ദേവിയുടെ ഫോട്ടോ വെക്കുകയൊക്കെ ഉണ്ടായി. ഞങ്ങളെല്ലാം ഇതെല്ലാം ഇടിച്ചു കളഞ്ഞ് ഇവിടെ അമ്പലമാക്കി തീർക്കുമെന്നും പറഞ്ഞു. എന്നാൽ കർത്താവിന്റെ കൃപയാൽ നമ്മൾ 1 ലക്ഷം രൂപ കൊടുത്താൽ പോലും ഇവിടുത്തെ പോലീസ് നമ്മുടെ കൂടെ നിൽക്കില്ലായിരുന്നു. എന്നാൽ പോലീസ് നമുക്ക് അനുകൂലമായി നിന്നു. ഇവിടെയുള്ള CIയെ പോയി ഞാൻ കണ്ട് അദ്ദേഹം 2 മണിക്കൂർ നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് എന്നോട് ചോദിച്ച് മനസ്സിലാക്കി. അദ്ദേഹത്തിനോടും സുവിശേഷം പറയുവാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് ആ എതിർപ്പൊക്കെ ഉണ്ടായത് വളരെ നന്മയ്ക്കായി ദൈവം മാറ്റി. കാരണം അറിയാതിരുന്ന പോലീസുകാരടക്കം ഇവിടെയുള്ള ഒത്തിരി ആളുകള് ഇവിടെ ഒരു ബന്ധോബസ്ത് കർത്താവിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം ഇവിടെയുള്ള എല്ലാവരും അറിയുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇന്ത്യൻ മിഷൻ ഒരു വലിയ ടീമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നേപ്പാളിലും അതുപോലെ ബീഹാറിന്റെയും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയില് ഞങ്ങളെല്ലാവരെയും ഓർക്കണം. നിങ്ങൾ ബീഹാറിലേക്ക് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും കടന്നു വരണം. നിങ്ങൾ ബീഹാറിലേക്ക് മാത്രമല്ല, നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾക്ക് പരിചയമുള്ള ദേവദാസന്മാര്, നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസന്മാർക്കും കുടുംബങ്ങൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ അവരുടെ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ യഹൂദന്മാർ കഴിഞ്ഞാൽ ദൈവം ഈ സുവിശേഷ പ്രവർത്തനം അതിനുവേണ്ടി ഈ ലോകത്തിലാക്കി വെച്ച ഒരു വലിയ ജനതയുണ്ടെങ്കിൽ അത് കേരളത്തിലുള്ള മലയാളികളാണ്. നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ആണ് വചനത്തിന്റെ എന്താ പറയുന്ന എല്ലാ ആഴങ്ങളും മനസ്സിലാക്കിയ ആളുകളാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ പോകണം, അവിടെ ചെന്ന് അവരുടെ പ്രവർത്തനങ്ങളെ കാണണം, അവരെ സഹായിക്കണം, അവരെ നമ്മളെ ആശ്വസിപ്പിക്കണം, അവരുടെ കൂടെ നമുക്ക് നിൽക്കണം. ചില വളരെ കുറച്ച് ആളുകൾ പെരുകിട പരിപാടികൾ കാണിച്ച് സുവിശേഷ വേദിയെ അവരവരുടെ ആദായത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കാം, ഉണ്ട്. എന്നാൽ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരുടെ അടുക്കിലേക്ക് പോയി അവരെ കാണുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ അവരോട് കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ നോർത്ത് ഇന്ത്യയിൽ അനേക സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടി വില കൊടുത്ത് പ്രവർത്തിക്കുകയും അതുപോലെ ജയിലിൽ കിടക്കുകയും പോയി കാലഘട്ടത്തിൽ ഒത്തിരി ദേവദാസന്മാര് ജയിലിൽ കിടന്നു. അവരെല്ലാം നമ്മൾ പോയി കാണുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ഒക്കെയും അവർക്ക് വിശേഷാൽ പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ഇവിടേക്ക് ദൈവം ഞങ്ങളെ അയച്ചു. കർത്താവിന്റെ കൃപയാൽ വളരെ നല്ല രീതിയിൽ തന്നെ വളരെ സന്തോഷത്തോടും സംതൃപ്തിയോടുകൂടെ ഈ സ്ഥലത്ത് പ്രവർത്തിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. എനിക്ക് ഒരു നല്ല ജീവിത പങ്കാളിയാണ് ദൈവം തന്നത്. ഞങ്ങൾക്കൊന്നിച്ച് ചേർന്ന് ഇവിടെ കുടുംബമായിട്ട് നിൽക്കുവാൻ ദൈവം ഇതുവരെ സഹായിച്ചു. നല്ല കൂട്ടുപ്രവർത്തകരെ തന്നു. ഒരു നല്ല ഇന്ത്യൻ മിഷൻ കുടുംബവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ദൈവം ഇടയാക്കി. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ദൈവം വളരെ എന്താ പറയുക ബ്ലെസ്സിംഗ് ആയിട്ട് ദൈവം ഇവിടെ അത്ഭുതകരമായിട്ട് നടത്തുന്നു. ഞങ്ങൾ ഇന്ത്യൻ മിഷനെ കുറിച്ച് 2 വാക്ക് പറയട്ടെ. ഞങ്ങൾ ആരോടും ഒരു പൈസയ്ക്കോ അല്ലെങ്കിൽ ഇതിനൊന്നും വേണ്ടി ഞങ്ങളൊന്നും ചോദിക്കാറില്ല. കർത്താവിന്റെ കൃപയാൽ നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ പണത്തിന്റെ പുറകിലൊന്നും പോകാതെ നമ്മൾ കർത്താവിന്റെ പുറകിൽ പോയാൽ
നമുക്ക് ആവശ്യമുള്ളത് ദൈവം തരികയും നമ്മളെ തൃപ്തികരമായ രീതിയിൽ വഴി നടത്തുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെല്ലാവരെയും ഓർക്കാം. ഇതുപോലൊരു അവസരം ജോയ്സ് ടിവിയിൽ നിന്നും ലഭിച്ചതിന് വളരെ നന്ദി പറയുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ആമേൻ. ഓക്കെ പാസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിച്ചു. സ്തോത്രം, സ്തോത്രം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് അടിയൻ പറഞ്ഞ സാക്ഷ്യത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അങ്ങ് തന്നെ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. അങ്കിളിനെ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വങ്ങൾക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഓക്കെ പാസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ.